ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ കാലങ്ങളെ സമയങ്ങളെ തിരിച്ചറിയണം. നമുക്ക് ഈ ടൈമിനെ തിരിച്ചറിയാതെ നമ്മൾ മിനിസ്ട്രി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടൈമിനെ തിരിച്ചറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഇപ്പോൾ ലോകത്തിലെ പല വീടിനകത്തും എന്തോ ഈവിൾ ടൈമുകളുണ്ട്, ഗോഡ്സ് ടൈമും ഉണ്ട്. നമ്മുടെ മേലുള്ള ചിലരുടെ വിളി ഈവിൾ ടൈമിന് മുന്നമേ ചെല്ലാനാണ്. ഈ സൂര്യനാണ്, ചന്ദ്രനാണ് ഈ ടൈമിൻ്റെ നിയന്ത്രിക്കുന്നയാൾ. ചന്ദ്രൻ ഒരു സാധാരണയാളല്ല, ഈ സൂര്യൻ ഒരു സാധാരണയാളല്ല. ഇതിന് കീഴിലാണ് എൻ്റെ ആക്സസ് എങ്കിൽ ഇവൻ പറയുന്നത് എൻ്റെ ലൈഫിൽ നടക്കത്തുള്ളൂ. ഈ ജനത്തിൻ്റെ താഴ്വരയിലെ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ ചന്ദ്രന്, സൂര്യനാ. ഈ ജനം അങ്ങോട്ട് ജയിക്കാനായിട്ട് പോകുമ്പോൾ ഈ ചന്ദ്രനും സൂര്യനും ഒരു പരിപാടിയുണ്ട്, ഇവൻ മുങ്ങിക്കളയും. അഭിഷക്തനൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ, പ്രാർത്ഥിച്ചൊന്ന് കേറി വരുമ്പോൾ സൂര്യൻ അങ്ങ് മാറി ചന്ദ്രൻ കയറി വരും. ഒരു ദിവസം വെളിപ്പാടടിച്ചവൻ പറഞ്ഞു, ഈ താഴ്വരയിലെ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ചന്ദ്രനാ, സൂര്യനാ. യോശുവ അങ്ങോട്ട് കൈപൊക്കി പറഞ്ഞു, ഡാ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിനക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. ഇന്ന് നിനക്ക് പോകാൻ കഴിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ കൽപ്പിക്കുക. സൂര്യ നീ അവിടെ നിൽക്കുക, ചന്ദ്ര അവിടെ നിൽക്കുക എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയോ വിരൽ ചൂണ്ടിയോ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ പ്രശ്നത്തോട് പറ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നിങ്ങളൊപ്പമായിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ഒത്തിരി സ്നേഹിക്കുകയും ഈ രാജ്യത്ത് ഒത്തിരി ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളുള്ള ചർച്ചാണിത്. നിങ്ങളോടൊപ്പമായിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ വളരെ സമയം വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുന്നു. കർത്താവ് എല്ലാവരെയും ആദരിക്കട്ടെ. ഈ ചർച്ചിലുള്ള എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ, എല്ലാ ലീഡേഴ്സ്, വർഷിപ്പ് ചെയ്ത സഹോദരങ്ങളെല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഈ ചർച്ചിലെ ദൈവദാസന്മാർ ഒത്തിരി പേരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന് സാനീഷ് പാസ്റ്റർ, ശിവച്ചാന്, ഫ്രാൻസിസ് പാസ്റ്റർ, സിജാച്ചാനുണ്ട്, ശ്യാമച്ചാനുണ്ട്. എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരുമിച്ചായിരിക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പ്രിയ വിൽസനച്ചാന്, താങ്ക് യു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഒത്തിരി നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് തൊട്ട് ഉപവാസ പ്രാർത്ഥന ഇവിടെ നടക്കുവാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു തുടക്കം പോലെ എന്നിൽ കുറവായുള്ളത് പരിശുദ്ധാത്മാവ് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ശിവജാനൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഒരു പ്രയറിൽ ഇങ്ങനെ കൂടിയപ്പോൾ അവിടെ എല്ലാം ആത്മമനുഷ്യനെ കുറിച്ചാണ് ഞാൻ പരിശുദ്ധാത്മാവിൽ സംസാരിച്ചത്. ചർച്ചിനെ ഒന്ന് ഒരുക്കിയെടുക്കാൻ ഉള്ള ഒരു ദൂതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചത്. പക്ഷെ ഇന്നലെ തൊട്ട് ഒരു പ്രവചന ശബ്ദം എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് ഒന്ന് ഓർപ്പിക്കുകയും അത് തന്നെ ഇവിടെ ഒന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളത് വിശ്വസിക്കുകയും, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പഠിപ്പിക്കുന്ന സമയത്തിന് നിങ്ങളത് കേട്ടുകൊണ്ടിരിക്കണം, എഴുതിയെടുക്കണം. പക്ഷേ പ്രവചന ശബ്ദങ്ങളെ പറയുമ്പോൾ ദൈവം ഒരു കാര്യം നമ്മുടെ മധ്യേ മൂവ് ചെയ്യുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ പറ്റണം. നിങ്ങൾ പ്രതികരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ നല്ലൊരു ഉറപ്പ് ദൈവം തരുന്നു. എന്തോ ഒരു സമയം, ഇതുവരെ ഇല്ലാത്തൊരു ദൈവത്തിൻ്റെ ടൈമിലേക്ക് ചിലർ കയറാൻ പോവുകയാണ്. ബൈബിൾ പറയുന്നുണ്ട്, നിങ്ങൾ കാലങ്ങളെ സമയങ്ങളെ തിരിച്ചറിയണം. നമുക്ക് ഈ ടൈമിനെ തിരിച്ചറിയാതെ നമ്മൾ മിനിസ്ട്രി ചെയ്തിട്ട് ഒരു കാര്യമില്ല. ടൈമിനെ തിരിച്ചറിയാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ഈ ടൈമിൻ്റെ ഒരു
ആളായി എനിക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ ഈ ദൂതിൻ്റെ മുമ്പിൽ ആമേൻ പറയണം. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്കുകൂടെ പറഞ്ഞിട്ട് ഞാൻ യെശയ്യാവിൻ്റെ 60 യെശയ്യാവ് 60 ഒന്നെടുക്കാമോ? യെശയ്യാവ് 60. ഓക്കെ, 60 വായിക്കാമോ? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. താങ്ക് യു. ഈ വാക്യം നിങ്ങൾക്ക് വളരെ പരിചയമുള്ള വാക്യമാണ്. ഈ വാക്യം ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഞാൻ എന്തോ ചെയ്യണമെന്ന് ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. പാസ്റ്റർ ചെയ്യണമെന്നല്ല, പ്രവാചകൻ ചെയ്യണമെന്നല്ല, ഞാൻ എന്തോ ചെയ്താൽ ഈ വാക്യം എൻ്റെ മേൽ വെളിപ്പെട്ട് വരുമെന്ന് ഈ 60 ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മളെപ്പോഴും കേൾക്കുന്നൊരു വാക്യമുണ്ട്, നിങ്ങളുടെ കൃപാവരത്തെ ജ്വലിപ്പിക്കുക. അതും കൃപാവരമുണ്ട്. ചില കാര്യങ്ങൾ ദൈവം ചെയ്ത് കഴിഞ്ഞിരിക്കുക. ചിലത് നമ്മൾ വിശ്വസിക്കണം, ചിലത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ സമയം നമ്മൾ ഉറങ്ങിയിട്ട് കാര്യമില്ല. ഈ മാർച്ച് മാസം തീർന്ന് ഏപ്രിൽ തൊട്ട് ചർച്ച് ചിലത് ചെയ്യാൻ തുടങ്ങണം. ചർച്ച് എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾ ഓരോരുത്തരെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ ചിലത് ചെയ്യാൻ തുടങ്ങിയാൽ, നിങ്ങൾ ചിലത് പറയാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ ഒത്തിരി ഈസിയാകാൻ സാധ്യതകൾ കൂടുതലാണ്. ലളിതമായ ഒറ്റ വാക്കിനകത്ത് ഇന്നത്തെ ദൂത് മൊത്തമുണ്ട്. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം നാളെ വരുമെന്നല്ല, ഇതെപ്പം വിശ്വസിച്ച് ആമേൻ പറയുന്നോ അപ്പോൾ തൊട്ട് ഈ വാക്യത്തിലോട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കൈയൊന്ന് ഉയർത്തി പിടിക്കാമോ? കൈയൊന്ന് ഉയർത്തി പിടിക്കാമോ? ഞാനൊരു 10 മിനിറ്റോളം ഞാൻ ഇതിനെ ഒന്ന് എൻ്റെ ഹൃദയത്തിൽ തന്ന ഈ ശബ്ദത്തെ ഒന്ന് നിങ്ങളെ മേൽ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും കേൾക്കുന്ന വാക്കുകളാണ് ഞാൻ ആവർത്തിക്കുന്നത്. പക്ഷേ 1-2 കാര്യങ്ങൾ അതിനകത്തൊന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, തുള്ളനും വെട്ടിക്കിളിയും തിന്നു കളഞ്ഞ സംവത്സരങ്ങൾ ദൈവം മടക്കിത്തരും. രാമേൻ പറയാമോ? ബാക്ക് വരെ രാമേൻ പറയാൻ പറ്റുമോ? ഈ ബൈബിൾ മൊത്തം ഓടുന്നത് ഒരു ടൈമിലാണ്. ഇതൊരു മനുഷ്യൻ്റെ ടൈമല്ല, ദൈവത്തിൻ്റെ എന്തൊക്കെയോ പർപ്പസുകളുണ്ട്. ഈ അബ്രഹാമിനോട്, നിങ്ങൾ ഈ ടൈമിനെ ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. അബ്രഹാമിനോട് ദൈവം 12-ാം അധ്യായത്തിൽ അനുഗ്രഹിക്കുമെന്ന് വിളിക്കുമ്പോൾ തന്നെ അവൻ്റെ ജനറേഷനിൽ സംഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒരു ഷോർട്ടാക്കി ക്രീമാക്കി ആ ദൈവശബ്ദത്തിനകത്തുണ്ട്. ഇന്ന വർഷം ഇത് സംഭവിക്കും, ഇന്ന നാൾ ഇത് സംഭവിക്കും, ഇന്ന നാൾ നിൻ്റെ തലമുറകൾ പ്രവാസത്തിൽ പോകും, ഭാരപ്പെടണ്ട, ഒരു സമയം കഴിയുമ്പോൾ ഞാൻ നിന്നെ തിരിച്ചെടുക്കും. അത് വർഷമുണ്ട്, ടൈമുണ്ട്, എല്ലാം സെറ്റാണ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്? ഈ പ്ലാന് പിശാചിന് കയറാനും പറ്റത്തില്ല. ഈ പ്ലാനകത്ത് പിശാചിന് റൂളിങ്ങും ഇല്ല. ഞാനിത് ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് തന്നൊരു ചോദ്യം, പണ്ടുതൊട്ടേയുള്ള ചോദ്യം, എങ്ങനെ ഇന്ത്യയിലൊരു ഉണർവ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ രാജ്യത്തൊരു ഉണർവ് നടക്കുന്നത്? എങ്ങനെ നമ്മുടെ സഭകളിൽ ഒരു ഉണർവ് നടക്കും? നമ്മളെങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഇത് നടക്കാനുള്ള സാധ്യതകൾ ഇന്ന് കുറവാണ്. ഇന്ത്യയിൽ ഇത് ഭയങ്കര കുറവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവം കള്ളം പറയത്തില്ല എന്നൊരു ബോധ്യം ഈ വാക്യം ദൈവം എനിക്ക് തരുന്നുണ്ട്. ദൈവം പറഞ്ഞു, അബ്രഹാമിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ആമേൻ, ദൈവം തൻ്റെ ജനത്തെ തിരിച്ചെടുക്കും. എന്നും നിങ്ങൾ പ്രവാസത്തിലല്ല, എന്നും നിങ്ങൾ അടിമയല്ല. ഈ ദൈവത്താൽ നമ്മൾ അടിമ ആയി തീർന്നാൽ, ദൈവത്താൽ നമ്മൾ ചിലയിടത്ത് ലോക്കായാൽ, ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അവിടെ പിശാചിനൊന്നും കയറാൻ പറ്റത്തില്ല. ഞാൻ
ഒത്തിരി അതിനെ പറഞ്ഞ് വഷളാക്കാതെ ഒറ്റ കാര്യം പറയാം, ആ ടൈം ഓവറായിരിക്കുകയാണ്. അത് 400 സംവത്സരം എന്ന് പറയുന്നത് 500 ആകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 1, 2, 3, 4, 5 പേര് ആമേൻ പറയുന്നുണ്ട്. അത് 450 60 ആകാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. പറഞ്ഞ ടൈമിൽ ദൈവം ചെയ്തിരിക്കും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചർച്ചിനോടും എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടും എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് നല്ല ബോധ്യം തരുന്നു, എന്തോ ഒരു ടൈമായിരിക്കുകയാണ്. ഒരാമയും പറയാൻ പറ്റും. ജോസഫിനോടും മരിക്കുന്നതിന് മുമ്പ് എല്ലാം ദൈവം പറഞ്ഞു, എപ്പോൾ എന്ത് സംഭവിക്കും, നീ അസ്ഥി എടുക്കണം, എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ വെളിപ്പാട് പുസ്തകത്തിലോട്ട് പോകുമ്പോൾ ടൈം പറയുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ചിന്തിക്കുന്ന സമയത്തല്ല, എവിടെയോ ദൈവം ചിന്തിക്കുന്നൊരു സമയമുണ്ട്. ഇപ്പം നമുക്ക് ഉണർവ് അടക്കാനൊന്നും ഒരു സാധ്യതകളില്ല. പക്ഷേ വാര്യാപുരം എന്ന് പറയുന്ന പ്രവാചക അഭിഷേകത്തിൽ ദൈവം ഉപയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ പറഞ്ഞത് ഒരു ഉണർവ് സംഭവിക്കുമെന്ന് തന്നെയാണ്. അത് പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കും. പക്ഷെ സാധ്യതകളൊന്നും വേണ്ട, കാറ്റ് വേണ്ട, മഴ കാണത്തില്ല. പെട്ടെന്ന് ചില ടൈമുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈയൊന്ന് ഉയർത്തിരാമേൻ പറഞ്ഞാട്ടെ. ഇനി നിങ്ങൾ ഈ ടൈമിനൊരു ശക്തിയുണ്ട്. വാ തുറന്ന് പറഞ്ഞേ, സമയം പറഞ്ഞാട്ടെ. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നിടത്ത് കൈയൊന്നും എടുത്ത് പറഞ്ഞ സമയം പറഞ്ഞാട്ടെ. എൻ്റെ മുമ്പിൽ ഇതാണ് പ്രശ്നം. ഈ സമയത്തിന് ശക്തി ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരൊക്കെ ഭാരപ്പെടുന്നത്. ഓക്കെ, ചിലർ താമസിച്ച് വന്നാലും നേരത്തെ പോകും. സമയത്തിന് ഭയങ്കര ശക്തിയുണ്ട്. ഓക്കെ, സമയത്തിന് ഒരു ശക്തിയുണ്ട്. സമയത്തിന് ശക്തിയുള്ളതിൻ്റെ 1-2 കാര്യങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞു, ഒന്നും കൂടെ ആവർത്തിക്കും. ഈ സമയത്തിന് ശക്തിയില്ല എന്ന് ചിലരിങ്ങനെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ദൂത് പറയുന്നത്. ഇന്നെനിക്കൊരു എൻ്റെ ബർത്ത്ഡേ ഇന്നാണെങ്കിൽ നിങ്ങളൊരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് ഒക്കെ പറയും. ഒരു 70 ആകുമ്പോൾ നിങ്ങൾ കേക്ക് കൊണ്ട് വരരുത്. അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. 30-ലും 40-ലും കേക്കിന് പ്രത്യേകം ടേസ്റ്റാണ്. 70-ലെ കേക്ക് അത്രയ്ക്ക് സ്ട്രോങ് ആയ കാര്യമല്ല. കാരണം 70-ലെ കേക്ക് വിളിച്ച് പറയുന്നത് ഏറിയായാൽ എല്ലാം തീരുമെന്ന് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ചിലർ ഇപ്പോഴും ഇത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അതിൻ്റെ അർത്ഥം ഈ 70-ാമത്തെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ മനസ്സിനകത്തൊരു പേടിയുണ്ട്, ടൈം പോയി ഇല്ലേ, സമയം കഴിഞ്ഞു. അന്നേരം മനസ്സിൽ ആരോ മിണ്ടും, ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. ഇന്നതിനകത്ത് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ ചിന്തയാണ്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ നിങ്ങളോടാ പറയുന്നത്, നിൻ്റെ ടൈം വരികയാണ്. ഇന്ന് നീ എഴുന്നേറ്റങ്ങ് പ്രകാശിച്ചാൽ മതി. നാളെ ഒരു വിടുതൽ നടക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ഇന്ന് ഇപ്പോൾ. എൻ്റെ ദൈവം ലോട്ടറിക്കാരനല്ല. എൻ്റെ ദൈവം നാളകളുടെ ദൈവമല്ല, ഇന്നിൻ്റെ ദൈവമാണ്. ഇനി നിങ്ങൾ ടൈമിന് ശക്തിയുണ്ട് എന്നുള്ള വിശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യങ്ങൾ പറയാം. ഇത് ലൈവും കൂടെ ഉണ്ടായതുകൊണ്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ പറയാം. ഇവിടെ കല്യാണം കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. സ്തോത്രം. കൈ ഉയർത്ത് മക്കളെ. ഓക്കെ, ഈ ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കണം, എത്ര വയസ്സായെന്ന് ഇതിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ 2 വയസ്സ് എപ്പോഴും കൂട്ടിയേ പറയത്തുള്ളൂ. കാരണം ഈ 2 വയസ്സ് കൂട്ടി പറയുമ്പോൾ സീനിയോറിറ്റി കിട്ടും. പക്ഷേ ഈ കല്യാണം കഴിക്കുന്നത് വരെ നമ്മളിങ്ങനെ കൂട്ടി പറയും. ഞാൻ 25 27 എന്ന് പറഞ്ഞു, 27 ഞാൻ 30 എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഉദ്ദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ആരും പറയുന്ന വിഷയമില്ലല്ലോ. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? എന്താ ഞാൻ കുറച്ച് പറയുന്നത്? നിങ്ങൾ പലരും ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കും ചിലത്. എന്തിനാ നിങ്ങൾ തലയിൽ ഇങ്ങനെ ഒരു കറുത്ത സാധനം തേക്കുന്നത്? സംഭവം എവിടെയോ നിങ്ങളെ പേടിപ്പിക്കുന്നു. ടൈം കഴിയാറായി. ടൈം പോയാൽ നമ്മൾ അസ്വസ്ഥതപ്പെടും. ടൈമിനൊരു ശക്തിയുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്? ഈ ദിവസം ഈ സഭായോഗത്തിൽ
ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിച്ചു പറയാം, ടൈമിൻ്റെ ശക്തി നമ്മുടെ മുമ്പിൽ തോറ്റുപോകും. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പോയെന്ന് പറയാൻ വന്ന ആളല്ല, ടൈം വന്നിരിക്കുന്നു എന്ന് പറയാൻ വരികയാണ്. കൈയൊന്ന് ഉയർത്തി ഒരു ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറയാം. ടൈമിന് ശക്തിയുണ്ട്. ടൈം മനസ്സിനകത്ത് ഇങ്ങനെ തരും, തോന്നൽ തരും, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ തോന്നലുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈ പൊക്കണ്ട. മനസ്സിലിങ്ങനെ തോന്നി, എനിക്ക് മിസ്സായിപ്പോയി. എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കെല്ലാം എങ്ങും എത്താൻ പറ്റുന്നില്ല. ഇത് ടൈം പോയവരുടെ ഫീലാണ്. ഇനി എന്നെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നു, അങ്ങനെയുള്ള തോന്നലുകൾ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ പറയാം, അത് ടൈമിൻ്റെ ഒരു സ്പിരിറ്റാണ്. ടൈമിനൊരു ശക്തിയുണ്ട്. ഇനി മുമ്പേ പറഞ്ഞ വാക്യം ഒന്ന് ആവർത്തിക്കാം. തുള്ളനും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞ സംവത്സരങ്ങൾ ദൈവം എന്തോ ചെയ്യും? മടക്കിത്തരും, തിരിച്ചു തരും. ഒരാമയം പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഇത് ഞാൻ ശക്തിയോടെ പറയാത്തത് കൊണ്ടാണോ നിങ്ങൾ ആമയം പറയാത്തത്? തിരിച്ചു തരും. തുള്ളനും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞ എന്തോന്നറിയാമോ? ഫ്രൂട്ടാണ്. തുള്ളനും വെട്ടിക്കിളിയും തിന്ന് കളഞ്ഞത് ഇലയാണ്. നമ്മുടെ ഈ ഇലയും ഫ്രൂട്ടും പലവിധമായ ഫലങ്ങളൊക്കെ ഇതങ്ങ് കഴിച്ചു തീർത്തു. പക്ഷെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ തിന്നതിൻ്റെ ബാക്കി ദൈവം ഒട്ടിച്ചു തന്നില്ല. ഈ പോയ ഇല ഇച്ചിരി ഡിസൈൻ ചെയ്തിട്ട് അതിനകത്ത് വീണ്ടും എഡിറ്റ് ചെയ്ത് പുതിയൊരു പച്ച ഇല കയറ്റി തന്നില്ല. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, തുള്ളൻ തിന്നതിൻ്റെ പുതിയത് കിളിച്ചു വന്നില്ല, പുതിയ ഇല വന്നില്ല, ഒറ്റ ദൂത അതിനകത്തുള്ള സംവത്സരത്തെ മടക്കി തരും. അതിനകത്ത് സിമ്പിളായൊരു ദൂത കിടപ്പുണ്ട്, വളരെ ലളിതമാണ്. സമയം തിരിച്ചു വരും. ഇവിടെ നിൽക്കുന്ന ആർക്കും ഇതിന് ആമേൻ പറയാൻ പറ്റും. കൈ ഉയർത്തി ആമേൻ പറയാൻ പറ്റും. ശബ്ദം ഉയർത്തി ആമേൻ പറയാൻ പറ്റും. ഞാൻ ഈ രാജ്യത്ത് ആർക്കൊക്കെയോ സമയം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി തൊട്ട് 10:30 ദൈവത്തിൻ്റെ സമയം നിങ്ങളുടെ മേൽ തുറന്നു വരികയോ. വിശ്വസിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കരം ഒന്ന് ചേർത്തടിച്ച് വായ്കളെ തുറന്ന ശബ്ദം ഉയർത്തി അതരങ്ങളെ ചലിപ്പിച്ചതിനാമേൻ പറയുക. ഒന്ന് ശബ്ദം ഉയർത്തി നന്നായി രാമേൻ പറയാൻ പറ്റുന്നവരാമേൻ പറയുക. ഇത് പറയുമ്പോൾ ഈ ചർച്ചിന്റെ സെൻട്രൽ പാർട്ടിൽ ഒരു ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങി വരികയാണ്. ഈ രാജ്യത്ത് വന്നിട്ട് ഇതുവരെ ചെയ്യാൻ പറ്റാത്തത് അടുത്ത 7 മാസത്തിനകം പരിശുദ്ധാത്മാവ് നിന്റെ മുമ്പിൽ തുറന്നു തരും. വിശ്വസിക്കുന്നവർ ഒന്ന് കരമടിച്ച് വായ്കളെ തുറന്നരാമേൻ പറഞ്ഞാട്ട്. മിനിസ്ട്രി ചെയ്യുന്നവരുടെ സമയം വരികയാണ്. ആമേൻ. കുടുംബങ്ങളുടെ സമയം വരികയാണ്. നിന്റെ കുഞ്ഞിന്റെ സമയം വരികയാണ്. ശബാർത്ഥ സാധന അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഈ ഓള് നിറച്ച് അന്യഭാഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാമോ? അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാം. റോസറ്റേരിയ പ്രഭാതന സണ്ടലബ റാഷറ്റേരിയ. ഈ ദൂതനെ നമ്മളൊന്ന് തുറക്കാൻ പോവുക. പ്രാപിക്കാൻ പറ്റുന്നവർ ഈ വാക്കൊന്ന് എഴുന്നേറ്റ് അമേൻ, അതരം തുറന്ന് പറയണം. അമേൻ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ടൈമിനൊരു ശക്തിയുണ്ട്. ടൈമിനെ തിരിച്ചറിയണം. നിങ്ങൾ ഈ
ഫുൾ ഉറങ്ങിയാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഈ ടൈം വരുമ്പോൾ ഉറങ്ങരുത്. മണ്ടനാണ്, മൂടനാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എല്ലാത്തിനും ഒരു സമയമുണ്ട്. ഈ ഏലിയാവ്, ഏലീഷ, ഗേഹസി ഇവരൊരു അടുത്ത ജനറേഷനാണ്. ഈ ഏലിയാവിൻ്റെ മിനിസ്ട്രി, ഏലീഷയുടെ മിനിസ്ട്രി, ഇത് ടൈമിനെ തിരിച്ചറിഞ്ഞുള്ള മിനിസ്ട്രി ആയിരുന്നു. ഏലിയാവ് ചെല്ലുന്നതെല്ലാം മരണത്തിന് മുന്നമേയാണ് ചെല്ലുന്നത്. ഇപ്പം ലോകത്തിലെ പല വീടിനകത്തും എന്തോ ഈവിൾ ടൈമുകളുണ്ട്. നിങ്ങൾ അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈവിൾ ടൈമുകളുണ്ട്, ഗോഡ്സ് ടൈമും ഉണ്ട്. നമ്മുടെ മേലുള്ള ചിലരുടെ വിളി ഈവിൾ ടൈമിന് മുന്നമേ ചെല്ലാനാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ജീസസ് മിനിസ്ട്രിയുടെ പ്രത്യേകത ഒന്ന് പറഞ്ഞ ജീസസ് മിനിസ്ട്രി പറഞ്ഞു, നന്നായി പറഞ്ഞാട്ടെ. യേശുവിൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് യോഹന്നാൻ്റെ മിനിസ്ട്രി വരെ ടൈമിലായിരുന്നു മിനിസ്ട്രി. എന്നെ കേൾക്കുന്നുണ്ടോ? പക്ഷേ ജീസസിൻ്റെ മിനിസ്ട്രി അങ്ങോട്ട് ഓപ്പൺ ആയപ്പോൾ അത് ടൈമിലല്ല ഓടിയത്, അത് ദൈവത്തിൻ്റെ സമയത്താണ് ഓടിയത്. ഈ യേശുവിൻ്റെ മിനിസ്ട്രി ആദ്യത്തെ അത്ഭുതം എന്തുവാ? ഇവിടെ ഇരിക്കുന്നവർ പറയാം, നന്നായി പറഞ്ഞാട്ടെ. കാനായിലെ, പക്ഷെ ഞാൻ അതിനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് എൻ്റെതായ രീതി പറയുക. യേശുവിൻ്റെ ആദ്യത്തെ മിനിസ്ട്രി ടൈം മിനിസ്ട്രി ആയിരുന്നു. നിങ്ങളത് വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എൻ്റെ നാഴികയെക്കുറിച്ച് പറയുന്നുണ്ട്, ടൈമിനെ കുറിച്ച് പറയും. പിന്നെ അതൊന്നുമല്ല എൻ്റെ വിഷയം. എന്നിട്ട് രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്. ഈ അന്നത്തെ കല്യാണത്തിന് ഒത്തിരി പൈസ ഉള്ളവർ ഒരു വൈൻ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഞ്ഞ് കൊടുക്കുമ്പോൾ അത് എത്രയും പഴക്കമുണ്ടോ, 20 വർഷം പഴക്കം ഉണ്ടെങ്കിൽ അത്രയും പൈസയാവും. പഴക്കം അനുസരിച്ചാണ് ഈ വീഞ്ഞിൻ്റെ വില. എൻ്റെ കൂടെ ഉണ്ടോ? അന്നേരം കുറഞ്ഞ ഒരു 10 വർഷമെങ്കിലും ഉള്ളതായിരിക്കും ഈ കല്യാണത്തിന് കൊടുക്കുന്നത്. എന്നെ കേൾക്കുന്നുണ്ടോ? പക്ഷെ യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ആദ്യം യേശു തൊട്ടത് ഞാൻ ടൈമിനെയാന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നുണ്ടോ? ഒരാളെ ഉള്ളു. 10 വർഷം ഉള്ള വീഞ്ഞായിരിക്കും ചിലപ്പോൾ ആ വീട്ടിൽ അന്ന് കൊടുത്തത്. പക്ഷേ യേശു കൊടുത്ത വീഞ്ഞ് വീര്യമുള്ളതായിരുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ വീര്യമുള്ളത് കൊടുത്തത് 10 വർഷം കൊണ്ടല്ല, ഒറ്റ സെക്കൻഡ് കൊണ്ടാണ്. കേട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറയണം. ഒറ്റ സെക്കൻഡ് കൊണ്ട്, 1 മിനിറ്റ് കൊണ്ട്, ആ കോരി നിറയ്ക്കുന്ന സമയം കൊണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 10 വർഷം 20 വർഷം കൊണ്ട് ചെയ്യേണ്ടത് ഒരു പ്രഭാതം കൊണ്ട് ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് ചർച്ച് അതിന് ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറയണം. ഈ ദൂതിനെ ഞാനൊരു പ്രവാചക ശബ്ദമായി പറയാം. 20 വർഷം കൊണ്ട് ഈ രാജ്യത്ത് ചെയ്തത്, 40 വർഷം കൊണ്ട് ഇന്ത്യയിൽ നീ ചെയ്തത്, ആമേൻ, പലരും ചെയ്തത് കുറച്ച് നാൾ കൊണ്ട്. ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. കോരി നിറയ്ക്കുന്ന ഒരു കുറഞ്ഞ സമയം കൊണ്ട് എന്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ വിശ്വസിക്കുന്നവർ കരമടിച്ച് വായികൾ തുറന്ന് ടൈം ഇവിടെ റെസ്റ്റോർ ആകുകയാണ്. ഇത് ടീച്ചിങ് അല്ല, ഇത് പ്രാപിച്ചെടുത്തോണം. ഇത് വിശ്വസിക്കുന്നവരുടെ മേൽ ഇത് വ്യാപരിച്ചു തുടങ്ങും. ആരോ എഴുത്തുകാർ പറഞ്ഞു, പോയ തിരിച്ചു വരത്തില്ല, പോയ തിരമാല തിരിച്ചു വരത്തില്ല, പോയ സമയം തിരിച്ചു വരത്തില്ല. പക്ഷെ ഞാൻ ഈ സഭയുടെ അധികാരത്തിന് കീഴിൽ നിന്ന് ഒരു ദൂത് പറയാം. പോയ സമയം തിരിച്ചു വരും, പോയ ദിവസം മടങ്ങി വരും, പോയ ദിവസങ്ങൾ നിന്റെ ലൈഫിനകത്ത് തിരിച്ചു വരും. വിശ്വസിക്കുന്ന ആരും ചെറുപ്പക്കാരുണ്ടെങ്കിൽ, അഭിഷക്തന്മാരുണ്ടെങ്കിൽ കരമടിച്ചു വായികളെ തുറന്ന്, അതരങ്ങളെ തുറന്ന് ഈ ദൂതിനെ ആമേൻ പറഞ്ഞാട്ടെ. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ജസ്റ്റിനെ സമയം തിരിച്ചു വരും.
ഞാൻ ആരോടാ പറയണ്ടേ? ആരോടാ പറയണ്ടേ? ഏതോ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ സമയം ഈ പകൽ സഭായോഗത്തിൽ ദൈവാത്മാവ് അത് റെസ്റ്റോർ ചെയ്യുകയോ. ഒരു തീ ചിലരുടെ മേൽ വീഴുന്നുണ്ട്, ഒരു സ്പർശനം ചിലരുടെ മേൽ വീഴുന്നുണ്ട്. എനിക്കറിയാം, ഞാൻ എല്ലാവരുടെ മേൽ അത് സംഭവിക്കുന്നു. പക്ഷെ മിഡ് സൈഡിൽ എന്തോ ഒരു സ്പെഷ്യൽ ടൈം ഷെഡ്യൂൾ റീസെറ്റ് ആകുകയാണ്. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിച്ച്. ഈ ചർച്ചിന്റെ മേൽ ജോണിന്റെ മിനിസ്ട്രി അല്ല ആക്റ്റീവ് ആകുന്നത്, ജീസസ് മിനിസ്ട്രി ആക്റ്റീവ് ആകുകയാണ്. വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കണം. പറഞ്ഞ എനിക്ക് ഇത് എൻ്റെ മനസ്സിൽ കിടന്നൊരു വാക്കാണ്, പക്ഷെ ഇത് പറയണ്ടെന്നൊക്കെ പല പ്രാവശ്യം തീരുമാനിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ട് പറയുന്നു, ജീസസ് മിനിസ്ട്രി. ഇവിടെ ഇരിക്കുന്ന ചിലർ ജീസസ് മിനിസ്ട്രി ചെയ്യും. അത് ബൈബിൾ കോളേജിൽ പോകണ്ട, അത് വർഷങ്ങൾ ഒന്നും വേണ്ട. അത് ജീസസ് ഒന്നാമേം പറ, ജീസസ് മിനിസ്ട്രി. പറഞ്ഞേ, ജീസസ് മിനിസ്ട്രിയുടെ പ്രത്യേകത ഞാൻ പറയാം. നിങ്ങൾ ഈ ജീസസ് മിനിസ്ട്രിയുടെ പ്രത്യേകത, യോഹന്നാൻ സ്നാപകൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇവന് കലണ്ടർ നോക്കണം. അവൻ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോൾ ചോദിക്കുന്നത് ഇന്ന് ഏതാ ദിവസമൊന്നും. ഇന്ന് ചൊവ്വയാണെങ്കിൽ പരിപാടി നടക്കത്തില്ല, ഇന്ന് വ്യാഴമാണെങ്കിൽ പരിപാടി നടക്കത്തില്ല, ഇന്ന് ശബത്താണെങ്കിൽ പരിപാടി നടക്കത്തില്ല. പക്ഷെ ജീസസ് മിനിസ്ട്രിയുടെ പ്രത്യേകത, അവന് ടൈമില്ല. ഇത് പറയുമ്പോൾ ഒരു പുതപ്പ് ഇതിനകത്ത് വീഴുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. ഇവിടെ ഏതെങ്കിലും അഭിഷക്തന്മാരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞോണം. നാളെ എന്ന് പറയുന്ന ഒരു പരിപാടി നിനക്കില്ല. ദൈവാത്മാവ് നിയോഗം തരുന്നത് അന്ന് മീറ്റിംഗ്, അന്ന് പ്രാർത്ഥന, അന്ന് ഉപവാസം, അന്ന് നീ കൈവച്ച രോഗികൾ സൗഖ്യമാകും. ടൈം ഇവിടെ ബ്രേക്ക് ആകിയോ? കയ്യൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാമോ? കയ്യൊന്ന് ഉയർത്തി പിടിക്കാമോ? കയ്യൊന്ന് ഉയർത്തി ഒന്ന് പിടിക്കാമോ? നന്നായി ഉയർത്തി പിടിക്കാമോ? നിങ്ങളുടെ ടൈം തിരിച്ചു വരും. ഈ ഉപവാസ പ്രാർത്ഥന ദൈവം സമയത്തെ തിരിച്ചു തരും. ഇത് ഒരാളുടെ ദൂതല്ല, ഒത്തിരി പേര് ഇതിന് അമ്മയും പറയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടൈം തിരിച്ചു വരും, ടൈം തിരിച്ചു വരും. ഒരു കാര്യം കൂടെ ഒന്ന് പറയട്ടെ. തുള്ളനും വെട്ടിക്കിളിയും തിന്നു കളഞ്ഞ ഒന്ന് പറഞ്ഞ ടൈമിനെ തിരിച്ചു തരും. ഒന്ന് പറഞ്ഞാട്ടെ, ടൈമിനെ തിരിച്ചു തരും. ശബ്ദം ഉയർത്തി പറഞ്ഞ ടൈം തിരിച്ചു വരും. ഏലിയാവ് ടൈമിനെ തിരിച്ചറിഞ്ഞു, ഏലീഷ ടൈമിനെ തിരിച്ചറിഞ്ഞു. ഏലിയാവ് ശക്തനല്ലായിരുന്നോ? ഏലീഷ അതിനേക്കാൾ ശക്തൻ. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഈ പാറ്റേൺ അനുസരിച്ച് ഇതിനേക്കാൾ ശക്തനാണ്. ഉണ്ടോ ആരെങ്കിലും? ഇതിനേക്കാൾ സ്ട്രോങ് ആണ്. പക്ഷെ എന്തോ പറ്റി? ഗേഹസിക്ക് എന്തോ പറ്റി? ടൈം തിരിച്ചറിഞ്ഞില്ല. നിങ്ങൾ വലിയ അഭിഷക്തനായിരിക്കും, വലിയ ആളായിരിക്കും, പക്ഷെ ടൈമിനെ തിരിച്ചറിയാതെ. ഏലീശയുടെ പ്രത്യേകത, ഈ പുതപ്പ് വീഴുന്ന സമയം അവൻ അറിയായിരുന്നു. എൻ്റെ കൂടെ ഉണ്ടോ? ഏലീശയുടെ പ്രത്യേകത, ഇവൻ ഈ പുതപ്പിനെ നോക്കിക്കൊണ്ടോടിയതാണ്. പക്ഷെ ഗേഹസിയുടെ പ്രത്യേകത, ഇവന് ടൈം അറിഞ്ഞൂടായിരുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഈ ഗേഹസി പൊന്നിൻ്റെയും പണത്തിൻ്റെയും പുറകെ പോയിട്ട് തിരിച്ചു വരുന്ന ദിവസം, ആ സമയത്ത് ഏലീശ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതായിരുന്നോ ഇപ്പോൾ സമയം? എന്നെ കേട്ടോ? ഇങ്ങനെയാണ് ആ ചോദ്യം. ഇതായിരുന്നോ സമയം?
ഇത് പണത്തിന്റെ പുറകെ പോകേണ്ട ടൈമായിരുന്നോ? ഇത് സ്വർണത്തിന്റെ പുറകെ പോകേണ്ട സമയമായിരുന്നു? പറ. സഭയോട് ഞാൻ പരിശുദ്ധാത്മ പറയാം, ചില കുടുംബങ്ങളോട് പറയാം, ഇത് പ്രാപിക്കേണ്ട സമയമാണ്. ഇത് കരയേണ്ട സമയമാണ്. ഇതുവരെ കാണിക്കാത്തതുപോലെ നീ ആവേശം കാണിക്കണം. ഇതുവരെ കാണിക്കാത്തതുപോലെ നീ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കണം. ഇതുവരെ ആവേശം കാണിക്കാത്തതുപോലെ ആത്മാവിൽ എരിവുള്ളവരായി മാറണം. ഞാൻ ഇന്ന് രാത്രി പ്രവചിക്കുക, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആത്മാവിൽ അന്യഭാഷകളിൽ അധരങ്ങളെ തുറന്ന് വായ്കളെ തുറന്ന് ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറയണം. ഒരു ദൂത് ഇവിടെ നിർത്തിയൊന്ന് പറയാൻ എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു നിയോഗം തരികയാണ്. 10 വർഷം, 16 വർഷം, 20 വർഷം, 8 വർഷം, 7 വർഷം ഈ രാജ്യത്ത് വന്ന് നിന്റെ സമയം പോയെങ്കിൽ കൈ ഉയർത്തി വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറയുവാണെങ്കിൽ ഇന്ന് രാത്രി സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിന്റെ വീട്ടിൽ ഒരു ദൈവ പ്രവൃത്തിയുടെ കരം പരിശുദ്ധാത്മാവ് ചെയ്യും. ഞാൻ ഈ ചർച്ചിലുള്ള ദൈവദാസന്മാരോട് ഒരു ദൂത് പറയാം. ഒരു സംഭവം ഇങ്ങനെ തിരിഞ്ഞ് കേറുന്നത് നിങ്ങൾ കാണാൻ പോകുക. വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിക്കണം, പ്രാർത്ഥിക്കുന്നവർ അത് ഏറ്റെടുത്തോണം. നീ പോലും അറിയാത്ത എന്തോ ഒന്ന് നിന്റെ അടുക്കലേക്ക് തിരിഞ്ഞു വരുന്നുണ്ട്. ഉറങ്ങരുത്, പ്രാപിക്കുക. നിന്റെ നാവിൽ അടുത്തൊരു ഉണർവിന്റെ അഭിഷേകം, നിന്റെ നാവിനകത്ത് അടുത്തൊരു പകർച്ച. കാണാൻ വന്നിരിക്കുന്നവർ കണ്ടോണ്ടിരിക്കട്ടെ, പ്രാപിക്കാൻ പറ്റുന്നവർ കരമടിച്ച് പ്രാപിച്ചോ. എനിക്കറിയാം ചില ചെറുപ്പക്കാരുടെ മേൽ ഒരു ദൈവത്തിന്റെ തീ ഒരു സീസൺ നിന്റെ മുമ്പിൽ തുറക്കുകയാണ്. ഞാൻ നിന്നോട് പ്രവചിക്കുകയോ, നിന്റെ ടൈം പോയിട്ടില്ല. പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിക്കുക. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിക്കുക. കരം അടിക്കുകയാണെങ്കിൽ നല്ലവണ്ണം അടിക്കണം. ഈ സൈഡിൽ ഇരിക്കുന്നവർ പ്രാപിച്ചോണം. ദൈവാത്മാവ് ഈ സഭയെ വിളിക്കുകയാണ്. ഇതിനകത്ത് അഭിഷക്തന്മാരെ വിളിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞിട്ടല്ല നീ ചെല്ലുന്നത്, മരണത്തിന് മുന്നമേ ദൈവം നിന്നെ എൻട്രി ചെയ്യിപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കാമോ? എല്ലാം കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഒരു പാസ്റ്ററല്ല. പിശാച് അതിന്റെ പണി തുടങ്ങുമ്പോൾ അതിനെ ആത്മമണ്ഡലത്തിലിട്ട് അടിക്കുന്ന ചില അഭിഷക്തന്മാര് ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കുക. കരമൊന്ന് അടിച്ചു വായിക്കട്ടെ, തുറന്ന് അന്യഭാഷകളിൽ ആമേൻ പറഞ്ഞതിനെ സ്വീകരിച്ചാണ്. എന്റെ കൂടെ അത് വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചോണം. ഒരാളുടെയും സമയം പോയിട്ടില്ല എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു തന്റെ ഇടം തരികയാണ്. നീ ഇന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മറുപടികൾ ഇപ്പോൾ ഇന്ന് ദൈവാത്മാവ് നിന്റെ മേൽ പകരുകയാണ്. എഴുന്നേറ്റ് കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. പരിശുദ്ധ ഞാനിത് ആരോടാ പറയണ്ടേ? ഞാൻ ആരോടാ പറയണ്ടേ? നമ്മുടെ ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്. 20 വർഷം കൊണ്ട് നീ ഇങ്ങനെയാകണം,
15 വർഷം കൊണ്ട് നീ ഇങ്ങനെയാകണം. നീ വിശ്വസിക്കുവാണെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് വടി തളർപ്പിക്കാൻ എന്റെ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുവാണെങ്കിൽ ആമേൻ പറ. ഒരു രാത്രി പോലും എന്റെ ദൈവത്തിന് വേണ്ട. പ്രബോധന ഈ ആമേൻ ഇവിടുത്തെ ഒത്തിരി ചെറുപ്പക്കാരുടെ മേൽ ഇന്ന് രാത്രി ഒരു അഭിഷേകത്തിന്റെ പകർച്ച വീഴുന്നുണ്ട്. അമാർത്തന വലിയ 50 വർഷം പ്രായമൊന്നും എക്സ്പീരിയൻസ് കാണത്തില്ല. പക്ഷെ ദൈവാത്മ പറയുന്നു, നിന്റെ 31 ആരെ ഉപയോഗിക്കാത്തതുപോലെ ദൈവം നിന്നെ ഉപയോഗിക്കും. പ്രബോധനം ബാക്കിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. ആരെയും പ്രയോജനപ്പെടുത്താത്തതുപോലെ ഈ ചർച്ച ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. എഴഞ്ഞു പോകാനല്ല നിന്റെ വിളി, ആമേൻ. അലഞ്ഞു തിരിയാനല്ല വിളി. ഇത് നിന്റെ സമയമാണ്. വിശ്വസിക്കുന്നവർ ആ തലയ്ക്ക് മുകളിൽ ആ കരവൊന്ന് അടിച്ച്, തലയ്ക്ക് മുകളിൽ ആ കരവൊന്ന് അടിച്ച് ആ ദൂതനെ അങ്ങനെ തന്നെ ഒന്ന് വിശ്വസിക്കും. ചിലപ്പോൾ ഈ ദൂത് നിന്റെ അടുത്തിരിക്കുന്ന ആളുടെ മേൽ ഇപ്പോൾ അത് ആക്റ്റീവ് ആകാൻ ആമേൻ തുടങ്ങിയിട്ടുണ്ടോ? അടുത്തിരിക്കുന്ന കൈ ഒന്ന് പിടിച്ചിട്ട് പറ, ടൈം പോയിട്ടില്ല. പറ പ്രവചിച്ച് പറ, ടൈം പോയിട്ടില്ല. ടൈം പോയെന്ന് ആരെങ്കിലും പറയുവാണെങ്കിൽ ഈ ദൂതൊന്ന് കേട്ടോണം അച്ഛാ, എന്നെ ഒന്ന് കേട്ടോണം. ഈ യാക്കോബ് എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ചു വരുമ്പോൾ യാക്കോബിന്റെ മനസ്സിൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട്. ഒട്ടകങ്ങൾ, സമ്പത്ത്, സമൃദ്ധി എല്ലാം ഉണ്ട്. എന്നെ കൂടെ ഉണ്ടോ? എല്ലാം ഉണ്ട്. പക്ഷെ ഒരു സമയത്തിയപ്പോൾ ഇവന് മനസ്സിലായി, 20 വർഷം നഷ്ടപ്പെട്ടല്ലോ. ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ ടൈമിനെ തിരിച്ചു തരാൻ പറ്റത്തുള്ളൂ. വേറെ ഒരാർക്കും തിരിച്ചു തരാൻ പറ്റത്തില്ല. ഇവന് മനസ്സിലായി, അനുഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ടൈം പോയി. ഒരു രാത്രി ഒറ്റപ്പിടുത്തം. 20 വർഷത്തെ കലണ്ടർ ഒറ്റ രാത്രി കൊണ്ട് തിരിച്ചിട്ടു. നിങ്ങൾ നിർബന്ധമുള്ളവരോ ആമേൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിടിച്ചാൽ മതി. ഇത് എല്ലാവർക്കും ഉള്ള ദൂതല്ല, ചിലർ പ്രാപിക്കണം. 20 വർഷത്തെ സംഭവത്തെ എന്നോട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഈ ചർച്ചിന്റെ മേൽ ഒരു ദൂതൻ വന്നിട്ട് എന്തോ 10-12 വർഷത്തെ ചിലതിനെ തിരിച്ചിടുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറ. ഒരു തീ ഈ സ്റ്റേജിനകത്തുനിന്ന് വ്യാപരിക്കുന്നു. അച്ഛാ, ഇന്നലെ എന്നോട് കർത്താവ് പറഞ്ഞു, രാത്രി ഞാൻ വീട്ടിൽ ചെന്നപ്പോഴും പരിശുദ്ധാത്മാവിന്റെ അടുത്ത് പറഞ്ഞു, ഒരു തിരിച്ചിടക്കം ഉണ്ട്. നിങ്ങളുടെ വീടിനകത്ത് ഒരു തിരിച്ചിടക്കമുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ മേൽ ഒരു തിരിച്ചിടക്കമുണ്ട്. വിശ്വസിക്കുമോനെ? വിശ്വസിക്ക. ഞാൻ ആ വാക്ക് വീണ്ടും ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാകരുത്. എന്നോട് കർത്താവ് പറയുന്നു, നിർബന്ധിക്കാൻ പറയുന്നു, ടൈം പോയിട്ടില്ല. ടൈം ഞാനല്ല പറയണ്ട, നിങ്ങൾ പറ. ടൈം പോയിട്ടില്ല. തീർന്ന് ഗതിയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരു സാധ്യതയില്ലാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ വരാമേൻ പറ. എഴുതി കുറിച്ച് വെച്ച് തരോ. ടൈം നിന്റെ മുമ്പിൽ കീഴടങ്ങുകയാണ്. കൈയൊന്ന് ഉയർത്തി ഇങ്ങനെ കാണിച്ച് പറയട്ടെ എന്തോ ചെയ്തെന്ന്. നീ ടൈമിനെ തൊട്ടതാ. ചേട്ടന്മാരെതിരായിക്കോട്ടെ, ചാർച്ചക്കാരെതിരായിക്കോട്ടെ, രക്തബന്ധങ്ങൾ എതിരായിക്കോട്ടെ, പൊട്ടക്കിണറ്റിൽ നിന്നെ ഇട്ടോട്ടെ. നിന്റെ സ്വപ്നം എന്തുവാ? നിന്റെ സ്വപ്നം? ജോസഫ്, നിന്റെ സ്വപ്നം എന്തുവാ? ഞാൻ എന്റെ സ്വപ്നത്തിൽ ടൈമിനെ തൊട്ടു. എന്തോ ടൈം? ജോസഫിന്റെ സ്വപ്നം എന്തുവാ? സൂര്യൻ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതല്ല ഈ ചെറുക്കൻ കണ്ടത്. സൂര്യൻ അവന്റെ കാൽ കീഴിൽ നിൽക്കുന്ന അവൻ കണ്ടത്.
ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. ആമേൻ. ചന്ദ്രൻ അവന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നതല്ല. കാൽക്കീഴ്. ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. നിന്റെ മുമ്പിൽ സൂര്യന്റെ ശക്തി ക്ഷീണിച്ചു പോകുകയാണ്. കരമടിക്കുവാണെങ്കിൽ ശക്തിയോടെ വായ്കളെ തുറന്ന്. അനീഷ എന്നോട് കർത്താവ് പറയുന്നു, ശിവചാനോട് കർത്താവ് പറയുന്നു, ഈ ചർച്ചിന്റെ മുകളിലല്ല സൂര്യൻ ആമേൻ ജോസഫ് കണ്ടതുപോലെ. അർത്ഥം പറയാം, അഭിഷക്തന്റെ കാൽ കീഴിലാണ് സമയം ഇരിക്കുന്നത്. ഏത് പൊട്ടക്കിണറ്റിനകത്തുനിന്ന് ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. ഒരു മിനിറ്റ് അന്യഭാഷകളിൽ കരമടിച്ചതിന് ആമേ പറഞ്ഞ് സ്വീകരിക്കും. ഇത് പ്രാപിക്കേണ്ട സമയം, ഇത് പ്രാപിക്കേണ്ട സമയം. ഒരു ദൈവശക്തി വ്യാപരിക്കുക, ദൈവശക്തി വ്യാപരിക്കുക. പിടിക്കുക, 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 പിടിക്കതിന്, പിടിക്കതിന്, പിടിക്കുക. ഒരു കാറ്റ് ഈ സ്റ്റേജിനകത്ത് അടിക്കുന്നുണ്ട്, ഈ ചർച്ചിനകത്ത് അടിക്കുന്നുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക, ടൈമിനെ കീഴടക്കിയ ഒരു തലമുറ ഇവിടെ എഴുന്നേറ്റ് വരട്ടെ. പിടിക്ക, 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 പിടിക്ക. പിടിക്ക, പിടിക്ക, പിടിക്കതിനെ, പിടിക്ക. റംഷധരമഹാസന്നലമ ശേഖേരിയ പ്രവാദന. വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിക്കുക. ടൈമിന് സഭ തൊടും, ചർച്ച് തുടങ്ങും, ചർച്ച് തൊടും, ചർച്ച് തൊടും. ചർച്ച് തൊടും. ഇവിടെ പ്രാർത്ഥിക്കുന്നവൻ തൊടും. അവൻ ചുമ്മാതെ കൈയൊന്ന് ഉയർത്തി പിടിച്ചോ. എന്തോ ഒരു ദൈവശക്തിയുടെ വ്യാപാരം. ടൈം വരും, ടൈം വരും. കൈയൊന്ന് ഉയർത്തി പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. നിങ്ങൾ ഈ ദൂതനെ വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ചർച്ചിന്റെ മേലെ ഉള്ളൂ ഈ അധികാരം. ഇപ്പോൾ 11 മണിയാവാറ്. ഈ ടൈം ഈ ടൈമിന് ഈ ലോകമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിലും എൻ്റെ നിയോഗങ്ങളുമായി ഈ ടൈമിന് ബന്ധമില്ല. ഞാൻ 1-2 കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനോ പ്രാപിക്കാനോ ആരാധിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഈ സൂര്യനാണ്, ചന്ദ്രനാണ് ഈ ടൈമിൻ്റെ നിയന്ത്രിക്കുന്ന ആൾക്ക്. ഞാൻ ഈ ദൂത് പ്രസംഗിക്കാനുള്ള കാരണം, 7 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വേറൊരു രാജ്യത്ത് പോയപ്പോൾ അന്ന് റൂമിൽ കിടക്കാനായിട്ട് കയറിയപ്പോൾ അവിടുത്തെ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ റൂമിൽ ഒന്ന് കയറിക്കോട്ടെ. ഞാൻ പറഞ്ഞു കയറിക്കോ. അദ്ദേഹം വന്നിട്ട് ഒരു കസേര ഇട്ട് ആ ക്ലോക്ക് ഇറക്കി വെച്ചിട്ട് ടൈം തിരിച്ചു വെച്ചു. ഞാൻ വിചാരിച്ചു, ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അദ്ദേഹം വന്നിട്ട് ചെറിയൊരു ടൈം പീസ് പോലുള്ള അതും തിരിച്ചു വെച്ചു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഈ രാജ്യത്ത് സൂര്യൻ പെട്ടെന്ന് താന്ന കാരണത്താൽ ടൈം ചേഞ്ചായി. എൻ്റെ കൂടെ ഉണ്ട്. അത് അങ്ങനെയുള്ള സംഭവം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? അങ്ങനെ കണ്ടിട്ടുള്ളവർ ആരെങ്കിലും? ഓക്കെ. സൂര്യൻ താന്നപ്പോൾ ചന്ദ്രൻ കുറച്ചു നേരം ഇവിടെ നിന്നപ്പോൾ ടൈം, ഈ ടൈം ഇലക്ട്രിക് ലാപ്ടോപ്പ് ഇതെല്ലാം ഓട്ടോമാറ്റിക് ചേഞ്ച് ആകും. പക്ഷെ മാനുവലി ചേഞ്ച് ആക്കണം, നമ്മൾ ചേഞ്ച് ആക്കണം. അന്ന് എൻ്റെ മനസ്സിൽ തോന്നി, ഇത് ഇങ്ങനെ ആയില്ല എങ്കിൽ 5 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യേണ്ടവർ 6 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യണം. കിട്ടുന്ന പൈസ 5 മണിക്കൂറിൻ്റെ കിട്ടത്തുള്ളൂ.
ഉറങ്ങുന്ന സമയം കുറയും, എഴുന്നേൽക്കുന്ന സമയം കൂടും. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? എന്നാൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മേഖല ഈ ടൈം ഒന്ന് തെറ്റായാൽ മൊത്തം കൊളാകും. എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് മനസ്സിലായി ഈ ടൈമിനൊരു ശക്തിയുണ്ട്. അന്ന് എനിക്ക് മനസ്സിലായി ഈ ചന്ദ്രൻ ഒരു സാധാരണയാളല്ല, ഈ സൂര്യൻ ഒരു സാധാരണയാളല്ല. ഇതിന് കീഴിലാണ് എൻ്റെ ആക്സസ് എങ്കിൽ ഇവൻ പറയുന്നത് എൻ്റെ ലൈഫിൽ നടക്കത്തുള്ളൂ. പക്ഷേ ചിലർ ഇതിനകത്തൊന്ന് ഷിഫ്റ്റ് ആകുക. ഈ സൂര്യനുമായി ഈ ചന്ദ്രനുമായി നീ ഇങ്ങനെ നോക്കുന്ന വർഷമല്ല, ഇങ്ങനെ നോക്കൂ അതിനെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. എന്റെ ഹൃദയം തുറന്ന് ഞാൻ പ്രവചിക്കാം. ആമേൻ പറയാൻ പറ്റുന്നവരാമേൻ പറ. വർഷങ്ങളായി നീ ഒത്തിരി അനുഭവിക്കുകയല്ലേ, വർഷങ്ങളായി നീ ഒത്തിരി കരയുമല്ലേ, ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി നീ കൊതിക്കുകയല്ലേ. ഞാൻ നിങ്ങളെ നോക്കി പ്രവചിക്കട്ടെ, ഒറ്റ രാത്രി കൊണ്ട് കാലഘട്ടത്തെ ഇളക്കി മറിക്കാൻ എന്റെ ദൈവത്തിന് പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടെ, എന്റെ മനസ്സിനകത്ത് ഇതൊരു തീ പോലെ വീഴുകയാണ്. ഇന്നലെ വരെ അവനില്ലായിരുന്നല്ലോ, എന്നാൽ ഇന്നുണ്ട് കേട്ടോ. കാമേൻ ഇങ്ങനെ ഒരാളില്ല. ശൗലുണ്ട് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ. അവൻ ഇന്നലെ ഇല്ലായിരുന്നു, പക്ഷെ ടൈം റെഡി ആയാൽ നീ പ്രവചിക്കൂ, നീ രോഗികളെ സൗഖ്യമാക്കും, നീ അത്ഭുതങ്ങൾ ചെയ്യൂ. വിശ്വസിക്കുന്ന ചില അഭിഷക്തന്മാരുണ്ടെങ്കിൽ, നിയോഗത്തെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് നിന്റെ സമയമാണ്. ആ ദൂതനെ ഒരു പ്രാവശ്യം പറയാൻ പറ്റുമോ? എഴുന്നേറ്റ് ശബ്ദം ഉയർത്തി പറഞ്ഞു, നിന്റെ പ്രകാശം എപ്പോൾ? ഇപ്പോൾ. ഇവന് ഭയങ്കര ശക്തിയാണ് സൂര്യന്, ഇവന് ഭയങ്കര ശക്തിയാണ് ചന്ദ്രന്. എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് പൊട്ടിക്കണം കേട്ടോ, ഒരിടി ആത്മാവിൽ ഇടിക്കണം നമുക്ക്. എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു തരാം. ചെയ്യേണ്ട ജോലി നിങ്ങളുടെയാ. കാരണം നിങ്ങളാ എഴുന്നേൽക്കണ്ടേ, നിങ്ങളാ ജ്വലിപ്പിക്കണ്ടേ. ഈ ജനത്തിന്റെ താഴ്വരയിലെ യുദ്ധത്തെ നിയന്ത്രിക്കുന്നത് ഈ ചന്ദ്രനാ, സൂര്യനാ. ഈ ജനം അങ്ങോട്ട് ജയിക്കാനായിട്ട് പോകുമ്പോൾ ഈ ചന്ദ്രനും സൂര്യനും ഒരു പരിപാടിയുണ്ട്, ഇവൻ മുങ്ങിക്കളയും. എൻ്റെ കൂടെ ഉണ്ടോ? അഭിഷക്തനൊന്ന് എഴുന്നേറ്റ് വരുമ്പോൾ, പ്രാർത്ഥിച്ചൊന്ന് കേറി വരുമ്പോൾ സൂര്യൻ അങ്ങ് മാറി ചന്ദ്രൻ കയറി വരും. ഒരു ദിവസം വെളിപ്പാടടിച്ചവൻ പറഞ്ഞു, ഈ താഴ്വരയിലെ യുദ്ധത്തെ നിയന്ത്രിക്കുന്ന ചന്ദ്രനാ, സൂര്യനാ. യോശുവ അങ്ങോട്ട് കൈപൊക്കി പറഞ്ഞു, ഡാ, യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിനക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ അധികാരമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. ഇന്ന് നിനക്ക് പോകാൻ കഴിയത്തില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ കൽപ്പിക്കുക. സൂര്യ നീ അവിടെ നിൽക്ക്, ചന്ദ്ര അവിടെ നിൽക്ക് എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിയോ വിരൽ ചൂണ്ടിയോ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നത്തോട് പറ. കൈ ഉയർത്തി പറ. അടുത്ത 1 മിനിറ്റ് നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ കൈ ഉയർത്തി പറ. ഞങ്ങൾ യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോൾ ഇവിടുത്തെ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ അഭിഷക്തന്റെ ജയത്തെ മറിച്ചു കളയുന്ന ആ ദുരാത്മ മണ്ഡലത്തെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ പകലിൽ എന്റെ കൂടെ അടിക്കാൻ കരുത്തുള്ളവർ അടിക്കുക. അമാശാത്തൻ അടിക്കാൻ കരുത്തുള്ളവർ അടിക്കുക. ശബാർത്ത സന്തല പ്രബോധന ലെസറ്റേരിയ. പ്രതികരിക്കാൻ പറ്റുന്നവർ പ്രതികരിക്കുക. ആ ഉണ്ടോ 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 ഇതിനകത്ത്?
അച്ഛാ, എന്നോട് കർത്താവ് ഇങ്ങനെ പറയുക, അഭിഷക്തന്മാർ ജയിക്കുമ്പോൾ ഇരുട്ട് കൊണ്ടുവരുന്ന ഈ സ്പിരിറ്റിനെ ഈ മിഡിൽ ഈസ്റ്റ് ചർച്ച് ഇന്ന് 11 മണിക്ക് യേശുവിന്റെ നാമത്തിൽ ജയിക്കാൻ കരുത്തുണ്ടെങ്കിൽ ജയിക്ക്. എന്തോ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുന്നു, എന്തോ ടൈം ചേഞ്ച് ആകുന്നു. പ്രാപിക്കാമെങ്കിൽ പ്രാപിക്ക്, സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കും. അച്ഛാ, ഇത് ഒരാളുടെ മേലല്ല, ഒരു കൂട്ട പകർച്ച ഇതിനകത്ത് വ്യാപരിക്കുക. പ്രാപ്തിയ സന്നലഭ പ്രവാദന. നിന്റെ വീട്ടിൽ ഈ ടൈം റെസ്റ്റോർ ആകിയ, നിന്റെ വീട്ടിൽ ഈ ടൈമിന് കർത്താവ് ഇങ്ങനെ റെസ്റ്റോർ ചെയ്യുക. ഇതെന്റെ മുന്നേറ്റത്തിന്റെ സമയമാണ്, ഇതെന്റെ നിയോഗത്തിന്റെ സമയമാണ്, ഇതെന്റെ വാഗ്ദത്തത്തിന്റെ സമയമാണ്. പക്ഷേ ഇന്ന് രാത്രി ഇതിങ്ങനെ വരുമ്പോൾ ഇരുട്ടിടുന്ന വ്യാപാരത്തെ ഇപ്പോൾ ഞങ്ങൾ അതിനെ കൈവച്ച് ബ്രേക്ക് ചെയ്യുക. കൈ ഉയർത്തിപ്പിടിക്കുക, കൈ ഉയർത്തിപ്പിടിക്കുക. കൈയൊന്ന് ഉയർത്തിയിരിക്കട്ടെ, ആ കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. നിന്റെ വീട്ടിൽ ഇപ്പോൾ അത്ഭുതം നടക്കുക, ഹോസ്പിറ്റലിൽ ഇപ്പോൾ അത്ഭുതം നടക്കുക, നിന്റെ കിഡ്നിയുടെ മേൽ ഇപ്പോൾ അത്ഭുതം നടക്കുക, നിന്റെ ശരീരത്തിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുക. കൈ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നവർ ഉയർത്തിപ്പിടിക്കുക. കൈ ഉയർത്തിപ്പിടിക്കാമെങ്കിൽ ഉയർത്തിപ്പിടിക്കുക. ഈ ചർച്ചിൽ ഇത്രയും ദൈവമക്കൾ ഉണ്ടായതുകൊണ്ട് എന്റെ കൂടെ ചില അഭിഷക്തന്മാർ ഒന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാകുക. നിയോഗമുള്ളവരെ കൈവെക്കുക. ഒറ്റ പദം പറഞ്ഞാൽ മതി, ടൈം തിരിച്ചു വരികയാണ്. കൈ കഴച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉയർത്തിപ്പിടിക്കുക. കഴയ്ക്കുന്നത് വരെ ഉയർത്തിപ്പിടിക്കുക. ടൈം വരിക. കേരളത്തിമാരെ ഔട്ടാക്കിയ ഒരു സ്പിരിറ്റ് ഈ രാവിലെ ബ്രേക്ക് ആകുക. ടൈം വരിക. ദൈവാത്മാവ് നിന്റെ സമയത്തെ റെസ്റ്റോർ ചെയ്യുക. ദൈവം നിന്റെ ടൈമിനെ പുതുക്കുക. തുള്ളനും വെട്ടിക്കളിയും തിന്നത് നിന്റെ മുമ്പിൽ റെസ്റ്റോർ ആകുക. പ്രാർത്ഥിക്കുക. ടൈം വരിക. ഇതാരോടാ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നത്? ടൈം മിനിസ്ട്രി ഉണ്ടോ?
ടൈമിനെ സഭയ്ക്ക് തൊടാൻ കഴിയോ? ഒത്തിരി പറയാനുണ്ട്. പറ, വിശ്വസിക്കുന്നവരുടെ കര ഉയർത്തിപ്പിടിക്കുക. ഈവിൾ ടൈമുകളുണ്ട്. ഒരു വാട്ടേ പറയത്തുള്ളൂ. ഈവിൾ ടൈമുണ്ട്. ഒറ്റ കാര്യം പറയത്തുള്ളൂ. എനിക്ക് ഗോഡ്സ് ടൈം പറയാനാണ് ഇഷ്ടം. എങ്കിലും ഇത് ഉണ്ടെന്ന് പറയാൻ വേണ്ടി പറയുക. ഈവിൾ ടൈമുണ്ട്. ഗദരദേശത്തെ ഭൂത യേശു ചെല്ലുകയാ. അവനെ എതിരേറ്റിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അറിയാമോ? സമയത്തിന് മുന്നമേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അർത്ഥം ഞാൻ പറയാം. സമയം സെറ്റ് ചെയ്ത് നീ അനുഭവിക്കണമെന്ന് വെച്ചൊരു സൂര്യന്റെ ശക്തിയുണ്ട്, ചന്ദ്രന്റെ ശക്തിയുണ്ട്. നിങ്ങളിൽ ഇങ്ങനൊരു സാധനം റിലീസാകുമ്പോൾ അത് ആധാർ ലിങ്ക് ആകുന്നത് പോലെ, നിങ്ങളുടെ പാൻ കാർഡ് ലിങ്ക് ചെയ്യുന്നത് പോലെ ഇത് സൂര്യനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സമയത്തിന് മുന്നമേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഈവിളിന്റെ പ്രത്യേകത ദണ്ണിപ്പിക്കും. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഇന്ന് രാത്രി പോകാം ഇവിടുന്ന്. ആരെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാം. എന്റെ ജനത്തെ ദണ്ണിപ്പിക്കുന്ന വ്യാപാരമേ, ചവിട്ടാൻ അധികാരമുള്ളവൻ ചവിട്ട. ദണ്ണിപ്പിക്കും, അലയിപ്പിക്കും, ക്ഷീണിപ്പിക്കും. എന്റെ കൂടെ ഉണ്ടോ മോനെ? ഫ്രീ ആണോ? ആരാ വരുന്നേ? ഒരാളിങ് വന്ന് ചുമ്മാതെ വന്നേ. ഈവിൾ ടൈമിന്റെ പ്രത്യേകത അലയിപ്പിക്കും. നാട്ടിൽ പോയി എത്ര ദിവസം എടുക്കും? എത്ര മണിക്കൂർ എടുക്കും? 4 മണിക്കൂർ. പക്ഷെ ഈവിൾ ടൈം ഓപ്പൺ ആയാൽ നീ 10 വർഷം എടുത്താലും നാട് കാണത്തില്ല. എന്റെ കൂടെ ഉണ്ടോ? ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? ഈവിൾ ടൈം ആക്റ്റീവായാൽ 20 വർഷം കൊണ്ട് കയറേണ്ട വാഗ്ദത്ത ദേശം 20 ദിവസം കൊണ്ട് കയറേണ്ട വാഗ്ദത്ത ദേശം അത് 20-40 ആവും. 40 വർഷമാകും. അലച്ചിലോടെ അലച്ചിൽ, കറക്കത്തോടെ കറക്കം. എൻ്റെ കൂടെ ഉണ്ടോ? അങ്ങനെ നീട്ടിവെച്ചതിനെ കൈ ഉയർത്തി ഒന്ന് തൊട്. ദൈവത്തിന്റെ സമയം എഴയിപ്പിക്കുന്നതല്ല. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ അവന്റെ ബലമുള്ള കൈ കീഴിൽ താടിരിപ്പി. ഒന്നും താന്നേ. എന്നെ ദൈവം താത്തു പിടിച്ച ഞാൻ താന്നിരിക്കും. പക്ഷെ ഒരു പിശാചിന് എന്നെ താക്കാൻ കഴിയത്തില്ല. ആരാ ഇതിനാമേ പറയുന്നത്? ദൈവമാണ് നിന്നെ താത്തതെങ്കിൽ ആരെ ഉയർത്താത്തത് പോലെ ദൈവാത്മാവ് നിന്നെ ഉയർത്തും. ഈ ചർച്ചിനകത്ത് ചെല്ലണമേ. പിശാച് വെച്ച് താത്തതിനെ ഒരു അഭിഷക്തനെന്ന നിലയിൽ right now അതിനെ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുക. കൈയടിച്ച് അന്യഭാഷകളിൽ യുദ്ധം ചെയ്യ. അവനെ ഒന്ന് കൈപിടിക്ക. ഇത് ചുമ്മാതെ പറഞ്ഞതല്ല. നിന്റെ ലൈഫിൽ ടൈം റെസ്റ്റോർ ആകുകയാണ്. കരമടിക്കുവാണെങ്കിൽ അന്യഭാഷകളിൽ കരമടിച്ച അതരങ്ങളെ തുറന്ന് കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ചേ. അവര് തൊട്ടു. അവരെന്തിനെ തൊട്ടു? പറ, come on, repeat ചെയ്തോട്ടെ. They touch. അവർ ടൈമിനെ തൊട്ടു. കൈയൊന്ന് ഉയർത്തി പിടിക്കുക. അന്യഭാഷകളെ പ്രാർത്ഥിക്കുക. കണ്ണടച്ചൊന്ന് പിടിക്കുക. യേശുവിന്റെ നാമത്തിൽ അന്യഭാഷകളെ പ്രാർത്ഥിക്കുക. ഓ റമാക്കിയ സണ്ടൽ കമന പ്രവാദന ശകേറ ബഖാതിനിയ സണ്ടലബ ശിഖേതേരിയ പ്രവാദന
ഒരു ദൂത് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചോണം. മരിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞാലും, മരിക്കുമെന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞാലും, ചുവരോട് ചേർത്ത് വെച്ചൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അമർത്തൻ അവൻ ആ പറഞ്ഞ പ്രവാചകനെ തിരിച്ചു പറയിപ്പിച്ച് അവന്റെ സംവത്സരത്തെ മടക്കി കൊടുത്തു. സഭ വിശ്വസിക്കുവാണെങ്കിൽ വിശ്വസിക്കുക. ഈ ദൂതിന് ആമേൻ പറഞ്ഞാൽ നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളെ കർത്താവ് ഇപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണ്. എഴുന്നേറ്റ് പ്രകാശിക്കുക. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുക. കൈ ഉയർത്തിപ്പിടിക്കുക. കൈ ഉയർത്തിപ്പിടിക്കുക. ഒറ്റ കരച്ചില് മതി, സംവത്സരങ്ങൾ മടങ്ങി വരും. എനിക്കറിയില്ല, ഭയങ്കര സൗഖ്യം നടക്കുക. കൈ ഉയർത്തിപ്പിടിക്കുക. ബ്ലഡ് സംബന്ധമായ ചില മേഖലകളിൽ കർത്താവിന്റെ സൗഖ്യം വ്യാപരിക്കുക. യെരമ്യാവ് 38:8. മോനെ TV ഉണ്ടോടാ? ഇത് കാണിക്കാൻ പറ്റുമോ? ഇതെങ്കിലും ഒന്ന് കേട്ടിട്ടൊരു ആമേൻ പറ. മസറ്റേരിയ പ്രബാധന. ആമാസിന്റെ കടികാരത്തിൽ സൂര്യന്റെ ഗതി അനുസരിച്ച് യെശയ്യാവ് എടുത്ത മോനെ, നിങ്ങൾ ഇത് വിശ്വസിച്ചിട്ടെങ്കിലും ആമേൻ പറയണം. പറഞ്ഞാട്ടെ, ഇത് വായിക്കാൻ പറ്റുന്നവർ പറഞ്ഞോണം. ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ ഞാൻ 10 പടി പിന്നോക്കം. ഇനി പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? ഇനി പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ? ആർക്കാ ഞാനിത് പറയുന്ന മനസ്സിലാകുന്നത്? ആകാശിന്റെ കടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് പറ, വായിക്കത്, ഇറങ്ങിപ്പോയ നിഴലിനെ ഇത് തന്നെ മിഡിൽ ഈസ്റ്റിന്റെ മേൽ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ആമേൻ പറ. എവിടെയോ സൂര്യന്റെ ഗതിയുടെ ടൈം, എവിടെയോ സൂര്യൻ നമ്മുടെ ലൈഫിൽ നിന്ന് ഇറക്കി വിട്ട ടൈമിന് 10 പടി തിരിച്ചു കൊണ്ടുവന്നത് പോലെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഈ ദൂത് കൈയടിച്ചല്ല ഇരിക്കേണ്ടത്. എഴുന്നേറ്റ് നിന്ന് ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറ. എഴുന്നേറ്റ് പ്രകാശിക്കുക. എല്ലാവരും എഴുന്നേക്കല്ലേ? എല്ലാവരും എഴുന്നേക്കരുത്. എല്ലാവരും എഴുന്നേക്കാൻ പോവുക. പക്ഷെ ഇപ്പം വേണ്ട. ഇത് നിയോഗമുള്ളവർ എഴുന്നേറ്റ് വാ. എഴുന്നേറ്റ്. ഈ വാക്ക് റമാസിയാത്തന, ഈ വാക്കിന് ആകാശിന്റെ കടികാരത്തിൽ ഈ വാക്യം വെള്ള അക്ഷരത്തിൽ എഴുതിയേക്കുന്നത്. പക്ഷെ ഇതൊരു തീ പോലെ ഇതിനകത്ത് വീഴുകയാ. വിശ്വസിക്കാമെങ്കിൽ ക്ലെയിം ചെയ്തോ. നിന്റെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ടൈം പിടിക, പിടിക, പിടിക്കതിനെ പിടിക. സംഭവിക്കുന്നത് പിടിക്കതിനെ പിടിക്ക, 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 പിടിക്ക. ശിപിച്ച ഇന്ന് രാത്രി അഭിഷക്തന്മാർ പ്രാർത്ഥിച്ചോണം. ഈ ചർച്ചിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയ സമയങ്ങൾ യേശുവിന്റെ നാമത്തിൽ അടുത്ത 7.5 മാസം എന്തോ ഒരു വലിയ ചലനം അമാസന്തന ഇതിനകത്ത് നടക്കാൻ പോകുകയോ. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക. ടൈം തിരിച്ചു വരികയോ. കൈയടിച്ചോ, ശബ്ദം ഉയർത്തിയോ, അന്യഭാഷകളിലോ അതരങ്ങളെ തുറന്നോ, കൈകൾ അടിച്ചോ, വായികളെ തുറന്നോ. എങ്ങനെ നിയോഗം അങ്ങനെ അതിനെ സ്വീകരിച്ച്
വായികൾ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വരുന്നു. അനീഷ തിരിച്ചു വരുന്നു, തിരിച്ചു വരുന്നു. അമ്മ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. തിരിച്ചു വരുന്നു. സൂര്യന്റെ ഗതി ഇന്ന് രാത്രി തോറ്റുപോകും. സൂര്യന്റെ ശക്തി ഇന്ന് രാത്രി തോറ്റുപോകും. വായികൾ തുറന്ന് അന്യഭാഷകളിൽ മടങ്ങി വരട്ടെ. പ്രവാദന സണ്ടലഭ പ്രവാദന. വായികൾ തുറന്നവർ ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറ. ആരാധിക്കാൻ നിയോഗമുള്ളവർ ആമേൻ ആരാധിക്കുക. പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും കൂടിയിരുന്നപ്പോൾ ദൈവത്തിന്റെ കാലങ്ങളായുള്ള പ്രവചനം ആ മാളിക മുറിയിൽ ഓപ്പൺ ആയതുപോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. ഇതിന്റെ ഒരു ടൈം ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. കുഞ്ഞുങ്ങളുടെ മേൽ ഓപ്പൺ ആകട്ടെ. ഇതിനകത്ത് ചിലർ ഇപ്പോൾ പ്രവചിക്കട്ടെ. വാതുറക്ക്, വാതുറക്ക്, വാതുറക്ക്. നിന്റെ വായ്ക്കകത്ത് ടൈം തിരിച്ചു വരികയാണ്. ഒത്തിരി കൂടെ ശബ്ദം ഉയർത്തി വായികൾ തുറന്ന് പ്രാർത്ഥിക്കാമോ? എഴുന്നേറ്റ് ഈ രാവിലെ ഈ ദൂതിന്റെ മുമ്പിൽ എന്തൊക്കെ തോറ്റു? മരണം തോറ്റു. ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. രോഗം തോറ്റു, പ്രായം തോറ്റു, അമാർത്ത സത്തനം നിന്നെ വല്ലാതെ അലയിപ്പിച്ചു കളഞ്ഞ മേഖലകൾ തോറ്റു. വിശ്വസിക്കുന്നവർ ആമേൻ പറ. കൈകൾ ഉയർത്തി ആമേൻ പറ. ഇനി നിങ്ങൾ എന്റെ കൂടെ ആ വാക്ക് എഴുന്നേറ്റ് നിന്ന് പറയൂ. എഴുന്നേറ്റ്. ഈ ടൈമിനെ ഒന്ന് റിലീസ് ചെയ്യുക. ഈ ടൈം എൻ്റെ കർത്താവ് ഇങ്ങനെ ഈ ദൂത് 7.5 മാസത്തിനകം ചർച്ച കാണും. ഇന്ന് തൊട്ട് ചില ദൈവമക്കൾ അത് കാണും. ഒന്നും കൂടെ കൈ ഉയർത്തി ഒന്ന് തൊട്ടേ തൊട്ടേ. യെശയ്യാവ് 60 കൈ ഉയർത്തി ഒന്ന് പിടിക്കുക. എഴുന്നേറ്റ്. നിന്റെ പ്രകാശം അന്ധകാരം ഭൂമിയെ കൂരിരുട്ട്. അർത്ഥം പറയാമോ? ആമേൻ പറയാൻ പറ്റുമോ? ടൈം പോയവരെല്ലാം പ്രാർത്ഥിച്ചോ? അർത്ഥം ഞാൻ ശിവിച്ച ഞാൻ ഒറ്റ കാര്യം പറയാം. അന്ധകാരം മൂടിക്കോട്ടെ, അതെൻ്റെ വിഷയമല്ല. കൂരിരുട്ട് വന്നോട്ടെ, അതും എൻ്റെ വിഷയമല്ല. കാരണം എൻ്റെ മേൽ വേറൊരു ലൈറ്റാണ്. എൻ്റെ മേൽ വേറൊരു ലൈറ്റാണ്. ഈ ദുബൈയിലെ ഒരു ഇരുട്ടുമായിട്ട് അഭിഷേകമുള്ള നിനക്ക് ബന്ധമില്ലെന്ന് ഇന്ന് രാത്രി പ്രഖ്യാപിക്കാമെങ്കിൽ പ്രഖ്യാപിക്കുക. കൈ ഉയർത്തിപ്പിടിക്കുക. ഈ രാജ്യത്ത് എന്തോ നടക്കട്ടെ, എന്തോ സംഭവിക്കട്ടെ. കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക, കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. We worship you, Lord. ആ ടൈമിനെ ഒന്ന് തൊട്ടെ. ഞാനൊരു ദൂത് പറയുമ്പോൾ ഇത് പോയ ഒത്തിരി പേരുണ്ട്. പക്ഷേ പാസ്റ്റർ എൻ്റെ ഒത്തിരി ടൈം പോയി. അങ്ങനെയുള്ളവർക്ക് ഓടിയൂ. കൈ പൊക്കാം ആദ്യമേ. ഒത്തിരി പേരുണ്ടോ നോക്കട്ടെ. ഇല്ല,
ഒരു 3-4 പേരുണ്ടോ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഫിയർ പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് വരാമോ? ഈ സൈഡിൽ വരാമോ? നിങ്ങൾക്ക് ഈ സൈഡിലും വരാം. എല്ലാവരും വരല്ലേ? ഈ ടൈമിൻ്റെ പ്രശ്നമുള്ളവർ. ഇങ്ങോട്ട് നിന്നോ, എൻ്റെ ചുമ്മാ സൈഡിലോട്ട് നിന്നു. തലമുറകളില്ലാത്തവർക്ക് ദൈവം തലമുറകളെ തരും. അടഞ്ഞ ഉദരങ്ങൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് തുറക്കും. ആ സഹോദരിയെ തൊട്ട് അവിടെ നിന്ന് തൊട്ട് അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ചു. നിന്റെ ടൈം നിന്റെ മേൽ റെസ്റ്റോർ ആകിയ, നിന്റെ ടൈം നിന്നിൽ മാത്രമല്ല നിന്റെ വീട് മുഴുവനും അത് വ്യാപരിക്കും. ഈ വെളിപ്പാടുള്ള എല്ലാവരും വേണ്ട. ഒരു വീട്ടിൽ ഒരാളുണ്ടോ? സഹോദരിമാർ ഒരാളുണ്ടോ? അച്ഛാ ഒരാളുണ്ടോ? നീ ഒരാളാമയും പറഞ്ഞ നിന്റെ വീട് മുഴുവനും അത് റെസ്റ്റോർ ആകും. കൈയൊന്ന് ഉയർത്തി ഒന്ന് പിടിച്ച് 1 മിനിറ്റ്. എന്തോ നിന്നെ കർത്താവ് എന്നെ കാണിച്ചത്. കൈയൊന്ന് ഉയർത്തി കണ്ണടച്ച് എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു. ഈ അന്തരീക്ഷത്തിൽ അതിന്റെ പകർച്ചയുണ്ടാകട്ടെ. ടൈം വരികയാണ്. ഒന്ന് കവർ ചെയ്ത് കയറി ഒന്ന് പിടിച്ച് കെട്ടി ഒന്ന് പിടിച്ച്. കാണാൻ നിൽക്കുന്നവർ കണ്ടോണ്ടിരിക്കും. നിനക്ക് എന്നാ വേണ്ടത്? നീ ഇപ്പം പറ. ഒരു ഭയങ്കര ശുശ്രൂഷയുടെ പകർച്ച ഈ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഏതാ ഈ വീട്ടിൽ ഭയങ്കര മാൻഡിൽ നിന്റെ മേൽ വീഴുകയാണ്. നീ വിക്കനാന്ന് പറയരുത്, പറ്റത്തില്ല എന്ന് പറയരുത്. തുറക്ക, നിന്റെ നാവിൽ അത് തൊടട്ടെ. കൈ എത്ര പേര് ഉയർത്തിപ്പിടിക്കും? കൈ കഴിക്കുമ്പോൾ വീണ്ടും താത്തിട്ടിട്ട് ഉയർത്തിപ്പിടിക്കുക. ഒരു നിയോഗം വീഴട്ടെ. അടഞ്ഞത് ചിലത് തുറക്കട്ടെ. എന്നെ കർത്താവിന്റെ അടുത്ത് പറയുന്നു, ഈ വലത്തെ കൈ അതിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ഇതിനകത്തുണ്ട്. ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് കർത്താവിന്റെ അടുത്ത് പറയുന്നു, നിന്റെ ടൈം തിരിച്ചു വരികയാണ്. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈയുടെ ആരോഗ്യം ഇപ്പോൾ മടങ്ങി വരികയാണ്. നിന്റെ കണ്ണിന്റെ കാഴ്ച മടങ്ങി വരികയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ പറ. കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് 1 മിനിറ്റ് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കും. ഒരാരാധനയിൽ ദൂതനെ പിടിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ കേറി വന്നാ പ്രാർത്ഥിക്കാം. എന്നോട് കർത്താവ് പറയുന്നു, വീര്യമുള്ള ഒരു ജനറേഷൻ. ഒരു 30 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി കേറി വാ. 30 വയസ്സിന് താഴെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കേറി വാ. വീര്യമുള്ള ഒരു ജനറേഷൻ. നിന്റെ അഭിഷേകത്തിന്റെ വീര്യം കൂടുകയോ.
ഇത് 1, 2, 3, 4, 5, 6, 10 പേർക്ക് മതിയോ പ്രാപിക്കാൻ നിയോഗമുള്ളവർ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത് നിന്റെ സമയമാണ്. ഈ ദൂത് എവിടെങ്കിലും പിടിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ കേറി വാ. ടൈമായി. നീ പറയുന്നത് സംഭവിക്കും. ആരെങ്കിലും ഉണ്ടോ? ഈ രണ്ടാമത്തെ തൂണിന് പുറകിൽ അവിടെ നിൽക്കുന്ന ഒരു കയ്യൊന്ന് ഉയർത്തി പിടിക്കാമോ? അവിടെ ഭയങ്കര ഗ്ലോറി വ്യാപരിക്കുകയാണ്. ടൈം തിരിച്ചു വരികയാണ്. എല്ലാ കരവും ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ നാമത്തിൽ ആ ബ്ലൂ നിന്നോട് കർത്താവ് പറയും, നിന്റെ ടൈമായി, നിന്റെ വീടിന്റെ ടൈമായി. കൈകൾ ഉയർത്തിപ്പിടിച്ച് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. റബസ അന്ധകാരം മൂടട്ടെ, കൂരിരുട്ട് മൂടട്ടെ. അതൊന്നും എന്റെ വിഷയമല്ല. അഭിഷേകമുള്ളവൻ ടൈമിനെ തൊടുക. താങ്ക് യു അച്ഛാ. എന്റെ മേൽ പറ, എന്റെ മേൽ ഇനി ചന്ദ്രനല്ല. ഇനി എനിക്ക് ഇന്ന് രാവിലെ തൊട്ട് വെട്ടം തരുന്നത് സൂര്യനല്ല. യെശയ്യാവ് 60 പറയുക, ഇനി സൂര്യനുമായി നിനക്ക് ബന്ധമില്ല, ചന്ദ്രനുമായി നിനക്ക് ബന്ധമില്ല, ചന്ദ്രനുമായി നിനക്ക് ബന്ധമില്ല. നിന്റെ മേൽ യഹോവ ഉദിക്കുകയാണ്. ആ കൈയൊന്ന് ഇങ്ങനെ ഉയർത്തി ഒന്ന് പിടിച്ചേ, ഇങ്ങനെ ഒന്ന് ഉയർത്തി പിടിച്ചേ. നിന്റെ മേലു ഇത് വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. ജാതികൾ നിന്റെ മേൽ ഈ സൂര്യൻ വന്നു കഴിഞ്ഞാൽ, ഏത് സൂര്യൻ? നീതി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ജാതികൾ ആമേൻ നിന്റെ അടുക്കലേക്ക് വരും. ഒരു കൂട്ടം പെന്തക്കോസുകാരെ കത്തിക്കുന്ന ഉണർവല്ല, ജാതികൾ ഇതിനകത്തോട്ട് കയറി വരാൻ പോവാ. സ്നാനപ്പെടുത്താത്ത ചിലര്, ഇതുവരെ സ്നാനപ്പെടാത്ത ചിലർ ഇതിനകത്ത് സ്നാനപ്പെടുന്ന മിഡിൽ ഈസ്റ്റിന്റെ മേൽ ജാതികളുടെ പ്രകാശം, ജാതികളെ തൊടുന്ന പ്രകാശം മടങ്ങി വരാമെങ്കിൽ ആമേൻ പറ. ആമേൻ പറയാൻ പറ്റുന്നവർ ആമേൻ പറ. ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടോ? ശുശ്രൂഷകരാരെങ്കിലും ഉണ്ടോ? നമ്മുടെ മിനിസ്ട്രി മറ്റൊരു ഡൈമെൻഷനിലേക്ക് തിരികുക. സ്നാനപ്പെടുത്താത്തവരെ നിന്റെ ഈ കൈ കൊണ്ട് സ്നാനപ്പെടുത്താൻ പോകുക. ജാതികളുടെ ഇടയിൽ യേശു ജീവിക്കുന്നു എന്ന്. അച്ഛാ ഒന്ന് അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് നടന്നേ, അങ്ങോട്ട് നടന്നേ. പൊക്കോ പൊക്കോ, അങ്ങ് പൊക്കോ. മോസിയാന്തര പ്രഭാതന പോയെ പോയെ, ഇച്ചിരൂടെ പോയെ. ആ രണ്ടാമത് നിൽക്കുന്ന സഹോദരിയെ തൊട്ടെ. ഇവിടെ 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 ബ്ലൂ പിടിക്കുക. തൊട്ട് തലേ കൈവെക്ക്. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ അടുത്തൊരു കാലഘട്ടത്തിന്റെ പുതപ്പ്, നിന്റെ ടൈം എത്തിരി പോയതാ. ദൈവാത്മാവ് നിന്നെ റെസ്റ്റോർ ചെയ്യുക. ഇത് ഇനി ആരും ഇതിന് ആമേൻ പറയരുത്. നിയോഗമുള്ളവർ ആമേൻ പറയണം. സമുദ്രത്തിലെ നന്മ നിന്റെ അടുക്കലേക്ക് വരും. ആമേൻ. 60 യെശയ്യാവ് 60 ആമേൻ. 5 സമുദ്രത്തിന്റെ നന്മ നിന്റെ അടുക്കലേക്ക് വരും. ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും.
ഒട്ടകങ്ങളും ആടുകളും അതിന്റെ സമ്പത്ത് നിന്റെ അടുക്കലേക്ക് വരും. ആമേൻ. വാക്യം 8, ആലയത്തിൽ ഗ്ലോറി കൊണ്ട് മൂടും. കൈകൾ ഉയർത്തി പറഞ്ഞ ഗ്ലോറി, Glory. ശബ്ദം ഉയർത്തി ഗ്ലോറി. അത് പറയുമ്പോൾ നിങ്ങൾ ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞു. ഇത് നിങ്ങൾക്കുള്ള ദൂതല്ല, ഇത് എനിക്കും ഒരു 2-3 പേർക്കുള്ള ദൂത. റമാസിയാർത്ഥന പ്രഭാതന. വാക്യം 9, ഈ എഴുന്നേറ്റ് പ്രകാശിച്ചാൽ തർശീഷ് കപ്പലുകൾ എനിക്കായി കാത്തിരിക്കും. കമോൺ, ശബ്ദം ഉയർത്തി ആമേൻ പറയാമെങ്കിൽ ആമേൻ പറ. തർശീഷ് കപ്പലുകൾ. അർത്ഥം പറയട്ടെ ശ്യാമച്ച? ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറ. ഒരു ട്രെയിൻ ഇന്നേ വരെ ആർക്കും വേണ്ടി കാത്തിരുന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ദൂത് പറയാ, അഭിഷേകം ഉള്ളവന് വേണ്ടി കപ്പലുകൾ സമയം ശരിയായാൽ, അർത്ഥം ഞാൻ പറയാം, രാജ്യങ്ങളുടെ വാതിലുകൾ, ഭൂഖണ്ഡങ്ങളുടെ വാതിലുകൾ, അടയപ്പെട്ട എല്ലാ പേപ്പറുകൾ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുക. കാലുകളെ ചലിപ്പിച്ച് ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറ. തർശീഷ് കപ്പലുകൾ എനിക്കായി കാത്തിരിക്കും. പറഞ്ഞു, മിഡിൽ ഈസ്റ്റ് ചർച്ചിന് വേണ്ടി കാത്തിരിക്കും, കാത്തിരിക്കും, കാത്തിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുക, 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 പ്രാർത്ഥിക്കുക. അയ്യോയ്യോ, ഈ വാക്യം ഇവിടെ എങ്ങനെയാ പറയാതിരിക്കുന്നത്? ശ്യാമച്ച ഒന്ന് വായിക്കാമോ? കപ്പലുകൾ ആദ്യമായി എനിക്കായി കാത്തിരിക്കുന്നു. അല്ലല്ല, ആദ്യമായി. ചർച്ച് പറ ആദ്യമായി. ആദ്യമായി. ബാക്കിൽ വരെ പറ ആദ്യമായി. ആദ്യമായി. അർത്ഥം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകത്തുമില്ല. പക്ഷെ നിനക്ക് വേണ്ടി ആദ്യമായി എന്റെ ദൈവം ചിലത് ചെയ്യാൻ പോകുക. ഇതിനെങ്ങനെ റിലീസ് ചെയ്യാൻ പറ്റുന്നത്? വർഷിപ്പ് ചെയ്തോ, ആരാധിച്ചോ, കൈയടിച്ചോ, ഈ ജനം അതിനെ സ്വീകരിക്കാം. കരമടിച്ചു വായികളെ തുറന്ന് പ്രാപിക്ക്, 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 പ്രാപിക്ക്. നിന്റെ ഇനി ഇവന്റെ വീട്ടിൽ നിന്ന് വന്നവർ എഴുന്നേറ്റ്, ഇവന്റെ വീട്ടിൽ നിന്ന് വന്നവർ എഴുന്നേറ്റ്. ഓ സിയാർത്ഥല പ്രഭാതന ശകേഠാര മഹാസറ്റരവ. വേറെ ആരെങ്കിലും ഉണ്ടോ? ടൈം ഇവന്റെ വീട്ടിൽ റെസ്റ്റോർ ആക്കിയ, പലതിനെ ഒതുക്കി കളഞ്ഞത്, പലതിനെ ഇല്ലാതാക്കിയത്. നിന്റെ വീട്ടിൽ നിന്ന് പൈസയല്ല പോയത്, ആരോഗ്യമല്ല പോയത്, ടൈമാണ് പോയത്. ഇപ്പോൾ യേശു അത് നിനക്ക് മടക്കി തരിക. ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആ കെട്ട് പൊട്ടുക. എനിക്ക് അറിഞ്ഞൂടെ, ഇവന്റെ മേലൊരു തീയുണ്ട്. യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു ജനറേഷന്റെ പകർച്ച ഇവന്റെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ. കൈകൾ ഉയർത്തി എത്ര പേർ എന്റെ കൂടെ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ മടങ്ങി വരികയാണ്. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കട്ടെ. കയ്യൊന്ന് ഉയർത്തി പിടിക്കുക. എത്ര പേർക്ക് ടൈമിനെ തൊടണം? അന്യജാതിക്കാർ നിന്റെ മതില് പണിയും. ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറ. ചർച്ച് ആമേൻ പറ. ചർച്ചിലെ പാസ്റ്റേഴ്സ് ആമേൻ പറയണം. ആമേൻ. ടൈം ശരിയായാൽ ആമേൻ. വാക്യം ആമേൻ 11 അടയ്ക്കാത്ത വാതിലുകൾ. അർത്ഥം ഞാൻ പറയാം. ഒരിക്കലും ഡോർ എവിടെ, ഡോർ എവിടെ, എവിടെ, ഡോർ എവിടെ? ആ ഡോറിനൊരു പ്രത്യേകതയുണ്ട്.
ഒരു ഇഞ്ചസ് ഉണ്ട്, ഒരു വിയാഗിരി ഉണ്ട്. അത് കാണിക്കുന്നത് ഇത് അടയുന്നതാണ്. പക്ഷെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുന്ന വാതിലിന്റെ പ്രത്യേകത ഇത് അടയ്ക്കാൻ പറ്റത്തില്ല. ഈ ചർച്ചിന്റെ മേൽ തുറന്നു കിടക്കുന്ന ഒരു വാതിൽ. വിശ്വസിക്കുവാണെങ്കിൽ ആമേൻ പറ. ഇത് കഴിഞ്ഞ അടുത്തത്, ഇത് കഴിഞ്ഞാൽ അടുത്തത്, ഇതുകൊണ്ട് തീരുന്നില്ല. ഇത് കഴിഞ്ഞ അടുത്തത്, ഇത് കഴിഞ്ഞ അടുത്ത മിനിസ്ട്രി, ഇത് കഴിഞ്ഞ അടുത്ത സ്നാനം, ഇത് കഴിഞ്ഞാൽ അടുത്ത ആത്മാക്കളുടെ കൂട്ടം. കൈ ഉയർത്തി പറഞ്ഞേ, അടയാത്ത വാതിലുകൾ. പറ, ശബ്ദമില്ല, പറ. അടയാത്ത വാതിൽ. നിന്നെ ക്ലേശിപ്പിച്ചവർ, നിന്നെ ദുഃഖിപ്പിച്ചവർ, നിന്നെ വേദനിപ്പിച്ചവർ, അവരുടെ തലമുറയെ സ്നാനപ്പെടുത്തുന്ന ഒരു അഭിഷേകം. പ്രവാദന. ആമേൻ പറയുവാണെങ്കിൽ ആമേൻ പറ. കൈകൾ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ച്. നിർജ്ജന പ്രദേശങ്ങൾ വലിയ ആനന്ദം കൊണ്ട് നിറയും. താമ്രത്തിന് പകരം സ്വർണം കൊണ്ട് നിറയ്ക്കും. തടിക്ക് പകരം ആമേൻ ഉറപ്പുള്ള ചിലത് കൊണ്ട് ഞാൻ നിർത്തും. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കും. ഒത്തിരി പറയാനുണ്ട്, ഇത്രയും മതി. കൈയൊന്ന് ഉയർത്തിപ്പിടിക്കും. 19 എല്ലാവരും ഒന്ന് പറയണം. അതാണ് എനിക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള ദൂത്. 19 പകൽ നേരത്ത് നിന്റെ വെളിച്ചം. സൂര്യനാണെങ്കിൽ പാസ്പോർട്ട് അടിക്കത്തില്ല, ചന്ദ്രനാണെങ്കിൽ റിജക്ഷൻ കിട്ടും. പക്ഷെ ഇത് മുകളിലായാൽ യഹോവ നിന്റെ നിത്യപ്രകാശം. ഇവിടെ നിൽക്കുന്നവർ കൈ ഉയർത്തിപ്പിടിക്കുക. അവിടെ നിൽക്കുന്നവർ കൈ ചേർത്ത് പിടിക്കുക. കൈ ചേർത്ത് പിടിക്കുക യേശുവിന്റെ നാമത്തിൽ. ഒരു തേജസ് ഇതിനകത്ത് വരികയാണ്. Let the fire anointing, let the Holy Ghost ഇപ്പോൾ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഒരു ഗ്ലോറി, ഒരു സൂര്യനേക്കാൾ വെല്ലുന്നത് ദമസ്കോസിന്റെ പടിവാതിക്കൽ ആമേൻ തുറന്നു വന്നതുപോലെ ഒരു പ്രകാശം. സമാർത്ഥ സത്തന പ്രവാദന. ഇനി പകൽ നേരത്ത് കൈ ഉയർത്തി ആമേൻ പറഞ്ഞ്. കൈ ഉയർത്തി ആമേൻ പറഞ്ഞ്. കൈ അവരുടെ കോർത്ത് പിടിച്ചോ. നിങ്ങൾ കൈ ഉയർത്തി പിടിക്കുക. സമയം ശരിയായാൽ 60 കഴിഞ്ഞ് 61 വായിക്കണം വീട്ടിൽ പോയി. എന്തോന്നറിയാമോ? പിന്നീട് വരുന്നത് പ്രസാദ വർഷമാണ്. ഈ വർഷത്തിന് നിങ്ങൾക്കൊരു പേരുണ്ട്, അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു ദൂത് പറയട്ടെ. ഇത് ഫേവർ